നമ്മുടെ ഇൻകം ഡിറ്റർമിനേഷൻ ചാപ്റ്ററിലെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് കൺസപ്ഷൻ ഫംഗ്ഷൻ? ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ ഓഫ് കൺസപ്ഷൻ ഫംഗ്ഷൻ ഐഡന്റിഫൈ സി ബാർ ആൻഡ് സ്മോൾ ടു സി. ഓക്കെ, ഇക്വേഷൻ ആണ് സി ബാർ പ്ലസ് സി പ്ലസ് സി വൈ. ഈ ഒരു ഇക്വേഷന് സി ബാർ എന്താണ്, സ്മോൾ ടു സി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് നാഷണൽ ഇൻകം ഈസ് നോൺ ആസ് കൺസപ്ഷൻ ഫംഗ്ഷൻ. ഇൻകവും ഒരു എക്കണോമിയിലെ ഇൻകവും അതുപോലെ തന്നെ കൺസപ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കൺസപ്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. It was introduced by John Maynard Keynes and represent the willingness of household to purchase goods and service at a given income level during a given period of time. Okay, പല ലെവൽ ഓഫ് ഇൻകത്തിൽ എത്രമാത്രം അവരുടെ ഇൻകം സ്പെൻഡ് ചെയ്യാനായിട്ട് കൺസ്യൂമർ വില്ലിംഗ് ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കൺസപ്ഷൻ ഫംഗ്ഷൻസ്. വേരിയസ് ലെവൽസ് ഓഫ് ഇൻകത്തിൽ കൺസ്യൂമർ അവരുടെ ഇൻകത്തിന്റെ എത്ര ഭാഗം സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്ന് പറയുന്നതാണ് കൺസപ്ഷൻ ഫംഗ്ഷൻസ്. അതിന്റെ ഇക്വേഷൻ ആണ്, അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സി ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയുന്നു. ഓക്കെ, കൺസപ്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആയ സി ബാർ പ്ലസ് സി വൈയിലെ സി ബാർ എന്താണ്? ഓട്ടോണമസ് കൺസപ്ഷൻ. സി ബാർ ഓട്ടോണമസ് കൺസപ്ഷൻ ആണ്. ദെൻ സ്മോൾ ലെറ്റർ സി എന്താണ്? സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോവുക.